വെയ്റ്റ് ലോസ് തുടങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് എത്രയാണോ ഹൈറ്റ് ഉള്ളത് അതിൽ നിന്ന് 100 മൈനസ് ചെയ്യലാണ് നമ്മുടെ ഐഡിയൽ വെയ്റ്റ്. ഓക്കെ, നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു വെയ്റ്റ് മെഷീൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കൂടെ ഒരു മെഷറിംഗ് ടേപ്പ്, ഒരു ബുക്ക്. ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ഡെയിലി ബേസിൽ നിങ്ങളുടെ വെയ്റ്റ് എത്രയെന്ന് നോക്കിയിട്ട് ഈ ബുക്കിൽ നിങ്ങൾ ഡേറ്റ് ഇട്ട് എഴുതി വെക്കുക. ഇതിൻ്റെ കൂടെ നമ്മുടെ ന്യൂട്രീഷൻ ഫുഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 100% നിങ്ങൾ കോപ്പറേറ്റീവ് ആയിരിക്കണം. നമ്മുടെ ലൈവ് സെഷൻസ് ഉണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ. ആ സെഷൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. വെയ്റ്റ് ലോസ് ചെയ്യുന്നവരുടെ ഒരു പ്ലാൻ എങ്ങനെയെന്ന് വെച്ചാൽ 2 ടൈംസ് ഷേക്ക്, 1 ടൈം നോർമൽ ലഞ്ചാണ്. വെയ്റ്റ് ലോസ് ആയതിന് ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടൈം ഷേക്ക്, 2 ടൈംസ് നോർമൽ ഫുഡ്. അങ്ങനെയാണ് നമ്മുടെ ഫോളോ അപ്പ് കറക്റ്റായിട്ടുള്ളത്. ഡെയിലി ഇതേപോലൊരു റെക്കോർഡ് ഷീറ്റ് നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റ് എഴുതി വെക്കുക. ഉറക്കം എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി വന്നാൽ ഉടനെ തന്നെ നിങ്ങളുടെ വെയ്റ്റ് ചെക്ക് ചെയ്തിട്ട് അത് എഴുതി വെക്കുക, കോച്ചിന് അയച്ചു കൊടുക്കുക. അതിനുശേഷം 2 ഗ്ലാസ് പച്ചവെള്ളം വെറും വയറ്റിൽ കുടിക്കുക. ഇത് ബോഡിയുടെ ഒരു ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എഫ്രിഷ് കുടിക്കാം. എഫ്രിഷ് തയ്യാറാക്കാനുള്ള വീഡിയോ വേറൊരു ലിങ്കായിട്ട് തന്നെ തരുന്നുണ്ട്. എഫ്രിഷ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ, നമുക്കൊരു മിക്സി വേണം. അതുപോലെ തന്നെ നമ്മുടെ ഷേക്കിന് വേണ്ടിയിട്ടുള്ള ഫോർമുല 1, പ്രോട്ടീന്, ഷേക്ക് മേറ്റ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഷേക്ക് തയ്യാറാക്കുന്ന വീഡിയോ വേറൊരു ലിങ്കായിട്ട് തന്നെ തരുന്നതാണ്. ഷേക്ക് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ 5 മണിക്കൂറിന് നമുക്ക് പ്രത്യേകിച്ച് വിശപ്പൊന്നും ഉണ്ടാവില്ല നോർമലായിട്ടുള്ള ഒരാളിന്. ഷുഗർ ഉള്ളവർക്ക് വേറൊരു ഡയറ്റ് പ്ലാനാണ്. അതല്ലാത്തവർക്ക് എല്ലാവർക്കും പിന്നെ 5 മണിക്കൂറിന് നമ്മുടെ വാട്ടർ ഇൻടേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് എല്ലാം ഈ ഷേക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ 20 കിലോ വെയിറ്റുള്ള ഒരാളിന് 1 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ നിങ്ങൾ 1-2 കവിള് വെള്ളം വീതം എടുത്തിട്ട് കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ ബോട്ടിൽ തന്നെ യൂസ് ചെയ്യുക. ജഗ്, ഗ്ലാസ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഫുഡ് പ്ലേറ്റ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ പ്ലേറ്റിൻ്റെ 4-1 ഭാഗത്ത് ചോറെടുക്കുക. ആ ബാക്കിയുള്ള ഒരു ഭാഗത്ത് മീൻ, മുട്ട, ഇറച്ചി ഇതിലേതെങ്കിലും എടുക്കുക. അപ്പോൾ ഇറച്ചിയാണെങ്കിൽ ചിക്കൻ എടുക്കുക. മുട്ട ആണെങ്കിൽ കുറഞ്ഞത് ഒരു 2 മുട്ട നിർബന്ധമായിട്ട് കഴിക്കുക. മീനാണെങ്കിൽ ചുവന്ന കളറ് ഇറച്ചിയില്ലാത്ത മീനുകൾ യൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്തിൽ നമ്മുടെ തോരൻ, ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും എടുക്കുക. പിന്നുള്ള ഒരു പോർഷനിൽ നമുക്ക് വേവിക്കാത്ത സാലഡ് രൂപത്തിലുള്ള പച്ചക്കറികൾ എടുക്കുക. ഈ രീതിയിൽ നമ്മളൊരു സമീകൃത ആഹാരമാണ് കഴിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും കഴിക്കാം, ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാർബിൻ്റെ അളവ് കുറച്ചിട്ട് പ്രോട്ടീനും ഫൈബറും ഉള്ള ഭക്ഷണങ്ങൾ കൂടെ ഉൾപ്പെടുത്തുക. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം കുടിക്കണ്ട. അതുപോലെ വത്തയ്ക്ക, ക്യാരറ്റ്, ബീട്രൂട്ട് ഇത് 3ഉം താൽക്കാലികമായിട്ടൊന്ന് ഒഴിവാക്കി വെക്കുക. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കഴിക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എഫ്രിഷ് കുടിക്കാം. ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾ യൂസ് ചെയ്യാം. നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ ഒഴിവാക്കുക. ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ക്ലെൻസിങ് പ്രോഗ്രാം ബോഡിയിൽ നടക്കും. അപ്പോൾ ചെറിയ തലവേദനയോ വോമിറ്റിംഗ് ടെൻഡൻസിയോ ലൂസ് മോഷനോ ഉണ്ടായാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരു ക്ലീനിങ് പ്രോസസ്സ് മാത്രമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ വെജിറ്റബിൾസ് നന്നായിട്ട് ഉൾപ്പെടുത്തുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആമാശയം ഫില്ലാവുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായിട്ട് കോച്ച് പറയുന്നതിനനുസരിച്ച് ചെയ്യുക. എല്ലാ ദിവസത്തെയും എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവോയ്ഡ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഒരു ദിവസത്തെ ക്ലാസ് പോലും മിസ്സാവരുത്. നിങ്ങൾ ഐഡിയൽ വെയിറ്റ് റീച്ച് ആവുന്നവരെ നിങ്ങളിത് ഇത്രയും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എപ്പോഴും കോച്ചുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക.